ധൈര്യത്തോടെ പറയാൻ കഴിയും, എനിക്ക് മാത്രം അറിയുന്ന പ്രവർത്തനങ്ങളുമായി വന്ദ്യരായ സുൽത്താനുൽ ഉലമ 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മേഖലയിൽ കാലുകുത്തിയ സംഭവമുണ്ട്. മരുതയിൽ വിദേഹത്തുകാരുമായി ഒരു സംവാദത്തിന് കളമൊരുങ്ങുകയും ആ സംവാദവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം നേതാക്കൾ ഒത്തുകൂടുകയും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അക്കാലത്ത് എവിടെയും അറിയപ്പെടാത്ത ഒരു 30 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ വഴിക്കടവ് പള്ളിയിൽ കയറി വരികയാണ്. അപ്പൊ അന്ന് പട്ടിക്കാട് കോളേജിൽ നിന്ന് കോട്ടുമല ഉസ്താദിനെയും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും പോലുള്ള നേതാക്കളെ എടുത്തു വരുന്നൊരു ജീപ്പ് എടക്കര എത്തിയാൽ പാലത്തിങ്ങൽ പള്ളിയിൽ നിന്ന് ജമാലുദ്ദീൻ മുസ്ലിയാരെയും വഴിക്കടവിലെത്തിയാൽ എന്റെ വന്യ പിതാവായ ബീരാൻകുട്ടി ഉസ്താദിനെയും എടുത്ത് അങ്ങോട്ട് പോകാനുള്ള ജീപ്പാണ്. അതും കാത്ത് അസറിന്റെ ശേഷം വഴിക്കടവ് കെട്ടിങ്ങൽ പള്ളിയിൽ എന്റെ പിതാവടക്കമുള്ളവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന ഒരു ചെറുപ്പക്കാരനായ മുസ്ലിം. അദ്ദേഹത്തെ ആരും അറിയില്ല, അദ്ദേഹം ആരെയും അറിയില്ല. അദ്ദേഹം വന്ന് ചോദിക്കുന്നു, മരുത എന്ന പ്രദേശത്തേക്ക് എങ്ങനെ പോകും? അവിടെ ഒരു സംവാദത്തിന്റെ വിഷയമുണ്ടെന്ന് അറിഞ്ഞു. നിങ്ങൾ എവിടെയാണ്? ഞാൻ പൂനൂരാണ്. അപ്പോ അസർ നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം. നിസ്കരിച്ചു വരുമെന്ന് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ചായ എത്തിച്ചു കൊടുത്ത ശേഷം എന്റെ പിതാവ് പറഞ്ഞു, അങ്ങോട്ട് പോകാനുള്ളൊരു ജീപ്പ് വരാനുണ്ട്, പക്ഷെ അതിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്ക് അതിൽ പോകാനുള്ളതാണ്, നമുക്കൊന്നിച്ചു പോകാമെന്ന് പറഞ്ഞ് നിങ്ങളവിടെ നിർത്തിയാൽ അതിൽ വരുന്ന ആളുകളുടെ അവസ്ഥ അറിയാത്തത് കൊണ്ട് നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനൊന്നും ആവശ്യമില്ല, പഞ്ചായത്തിൽ നിന്ന് 6 കിലോമീറ്റർ നടക്കണം, 2 പുഴ ഇറങ്ങി കിടക്കണം. അങ്ങനെ വഴിക്കടവിലുള്ള കെട്ടിങ്ങൽ മഹലിലുള്ള 2 ചെറുപ്പക്കാരെ വിളിച്ച് ഈ മുസ്ലിയാരെ മരുതയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂടെ നടന്ന് പോവുകയും 2 ദിവസം നടന്ന ആ പ്രോഗ്രാം എല്ലാം ഒരു സാധാരണക്കാരനെ പോലെ പള്ളിയിൽ ബാഗ് തലയണയച്ച് കടന്നുറങ്ങിയ ഒരു മുസ്ലിയാർ തിരിച്ചു വരുമ്പോ 2ാമത്തെ ദിവസവും കഴിഞ്ഞ് രാവിലെ പിറ്റേന്ന് ഈ നേതാക്കന്മാരെ കൊണ്ട് അതേ ജീപ്പ് വരുമ്പോ ഈ മുസ്ലിയാര് പാതി വഴിയോളം നടന്നെത്തിയിരിക്കുന്നു കൊടിവാറുന്ന പഞ്ചായത്ത് റോഡില്. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, ഞാനൊരു ചെറിയ ആളാണല്ലോ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മടിയിലിരിക്കാം, ആ മുസ്ലിയാര് വളരെ ദൂരന്ന് വന്ന ആളാണ്, നമുക്ക് ഈ ജീപ്പിൽ അദ്ദേഹത്തെ കയറ്റിക്കൂടെ എന്ന് ജീപ്പിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ കയറ്റാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആ ജീപ്പിൽ പാതി വഴിയിൽ വെച്ച് തിരിച്ചു കയറ്റി വഴിക്കടവ് പള്ളിയിൽ ഉപ്പാന്റെ കൂടെ 2 ആളും ഇറങ്ങി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ചുപോയി. ആ മുസ്ലിയാരാണ് ഈ സുൽത്താനുൽ ഉലമ എന്ന മുസ്ലിയാർ. ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അപ്പൊ അങ്ങ് കോഴിക്കോട് പൂനൂരിൽ നിന്നും ഈ മേഖലയിൽ നടക്കുന്ന ഒരു വിദേഹത്തുകാരുടെ പ്രതിരോധ പ്രവർത്തനം കേട്ടറിഞ്ഞിട്ട് ആരും അറിയാത്ത ആ 30 വയസ്സ് തികയാത്ത മുസ്ലിയാർ അക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന്റെ സുന്നത്തിയമായത്തിൽ ഉണ്ടായിരുന്ന ആവേശവും ശക്തിയും അത് തന്നെയാണ് ഈ 50-ലധികം വരുന്ന മദ്രസകളും 40ഓളം വരുന്ന മഹല്ല് ജമാഅത്തുകളും സുന്നത്തി ജമാഅത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന നമ്മുടെ അഭിമാനകരമായ മുന്നേറ്റം. അത് ഏറ്റവും കുറഞ്ഞത് 50 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് അൽ അസ്ഹർ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം നമുക്കിവിടെ തുടങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പ്രാസ്ഥാനിക പ്രതിരോധ പ്രവർത്തനം ഇല്ലാത്തൊരു നാടായി ഇത് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം കാണുമായിരുന്നില്ല. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തെ വിശ്വസിച്ച, അതിനെ സ്വീകരിച്ച, അതിന്റെ ആശയങ്ങളെ നെഞ്ചേറ്റിയ ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഒരുപാട് കാലത്തെ ആശയും ആഗ്രഹവുമാണ്
അൽ അസ്ഹർ എന്ന മഹത്തായ സ്ഥാപനത്തിലൂടെ പൂവണിയുന്നത്. 2001 അൽ അസ്ഹറിന്റെ ആദ്യ സംരംഭം മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ കൈകളിലൂടെ തുടക്കം കുറിക്കുന്നത് വെള്ളാരംകുന്ന് പ്രദേശത്താണ്. നമ്മുടെ അസ്ഹറിന്റെ ഇന്നും ഖജാൻജിയായി നിൽക്കുന്ന കുഞ്ഞുഹാജി ഈ സംഘടനാ പ്രവർത്തകന്മാരുടെ ആശയങ്ങളെ മനസ്സിലാക്കി നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു മദ്രസയാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയും ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് മദ്രസയിൽ പോവാൻ ഒന്നുകിൽ പാലത്തിങ്കൽ അക്കര മദ്രസയിൽ പോകണം, അല്ലെങ്കിൽ പൂവത്തിക്കൽ മദ്രസയിൽ വരണം. ഈ ദീർഘദൂരം താണ്ടുന്ന പിഞ്ചുമക്കൾക്കൊരു പരിഹാരവും സുന്നത്തി ജമാഅത്തിന്റെ ഒരു കേന്ദ്രവും എന്ന നിലയിൽ അതിനാവശ്യമായ 10 സെന്റ് ഭൂമി ഞാൻ എന്റെ വക നൽകുന്നു എന്ന് പറഞ്ഞ് മദ്രസയുണ്ടാക്കാൻ സന്നദ്ധമാണോ എന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് അൽ അസ്ഹറിന്റെ തുടക്കം. അത് 2001 2001 തന്നെ മദ്രസ വന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് അതിന് തറക്കല്ലിടുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും. 2003 എത്തിയപ്പോഴേക്കും അവിടെ പള്ളി വന്നു. അവിടെ മദ്രസക്ക് പുറമെ പള്ളി വന്നു. ആ സ്ഥലത്ത് തന്നെ നമുക്ക് അദ്ദേഹം തന്നെ വീണ്ടും സ്ഥലം നൽകി പള്ളിയും മദ്രസയും സ്ഥാപിച്ച് അവിടെയാണ് അസ്ഹറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അൽ അസ്ഹർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന നാമകരണമൊന്നും അന്ന് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. 2003 നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനം വിപുലീകരിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അൽ അസ്ഹർ ക്യാമ്പസ് നിലനിൽക്കുന്ന ഈ ഭൂമി 40 സെന്റ് ഭൂമി ആദ്യം വാങ്ങി. ഇന്നിപ്പോ 66ഓളം സെന്റ് ഭൂമി നമ്മുടെ ഇതിലുണ്ട്. 5 ആധാരങ്ങളിലായി ഘട്ടം ഘട്ടങ്ങളായി 5ഉം 10ഉം ഒക്കെ സെന്റുകൾ പിന്നീട് വാങ്ങി 66ഓളം സെന്റ് ഭൂമി ഇന്ന് നമുക്കുണ്ട്. ആദ്യം വാങ്ങിയ 40 സെന്റാണ്. ആ ഭൂമിയിൽ 2003 വാങ്ങുമ്പോ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഏറ്റെടുത്ത നല്ലൊരു സമൂഹം ഈ പ്രദേശത്ത് ഇതൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നത് മാത്രമാണ് നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ അവലംബം. അങ്ങനെ 2005 അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 2004 മുതൽക്ക് തന്നെ മഹാനായ മർഹൂം കുമരംപുത്തൂർ അലി ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് സ്ഥലം നോക്കുകയും അലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ പള്ളിയും അതേ വ്യക്തിയുടെ കെയർഓഫിൽ തന്നെ കോളേജ് പ്രവർത്തിക്കുന്ന ഈ 2 നില കെട്ടിടവും നമുക്ക് 2005 പൂർത്തീകരിച്ചു തന്നു. ആ പള്ളി നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങാടിയിൽ ഈ സൗകര്യത്തിലൊരു പള്ളി വന്നപ്പോ അക്കാലത്ത് ഇവിടെ ഒരു പള്ളി വരുമെന്ന പ്രതീക്ഷയൊന്നും ആർക്കില്ല. പള്ളിക്ക് പറ്റിയ അനുയോജ്യമായ സാഹചര്യമല്ല. കാരണം ഈ KPM ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കുള്ള വഴി വിട്ടാൽ അരിക്കുള്ള ഇങ്ങേ നടവഴിയിലേക്കൂടെ വരാൻ അത്യാവശ്യം ഒരു സംസ്കാരമുള്ള മനുഷ്യനൊന്നും ആഗ്രഹിക്കാത്തൊരു രീതിയാണ്. ഇവിടെ ഉള്ളതൊരു കള്ള് ഷാപ്പാണ്. ഇതിന്റെ പരിസരത്തൊക്കെ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൾച്ചറിൽ നിൽക്കുന്ന സ്വഭാവങ്ങളാണ്. മറ്റൊന്നും ഇവിടെ വരില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും ആ കള്ള് ഷാപ്പ് അവിടെ നിൽക്കെ തന്നെ ഈ 40 സെന്റിൽ നമ്മൾ പള്ളി കയറ്റി, കോളേജ് കെട്ടിടവും കയറ്റി. വിരോധവും എതിർപ്പും ഒന്നും ഇല്ലെങ്കിലും പരിചയപ്പെടുത്താനൊക്കെ വേണ്ടി അക്കാലത്ത് ആദ്യകാലത്ത് ഒരു വർഷക്കാലം ചിലരൊക്കെ കള്ളുഷാപ്പ് പള്ളി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തിയത് വേദനയോട് നമ്മൾ ഓർക്കുകയാണ്. പക്ഷെ ഞാനിവിടെ ഒരു സമാനത കാണുന്നു. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിന്റെ പ്രധാന ഹൃദയഭാഗം പാളയം ബസ് സ്റ്റാൻഡാണ്. കോഴിക്കോട് ചെന്നാൽ ആർക്കും ആകർഷകമായ ഒരു മുസ്ലിം ചൈതന്യം മുഹിദ്ദീൻ പള്ളിയാണ്. ആ കാലഘട്ടത്തിൽ വന്യരായ AP ഉസ്താദ് മർക്കസിന് കിട്ടിയ വലിയ ഒരു ഫണ്ട് കൊണ്ട് ഇപ്പോൾ മർക്കസ് കോംപ്ലക്സ് നിൽക്കുന്ന ആ ചളിക്കുളം വാങ്ങി. അന്ന് അവിടെ ഒന്നുമില്ല. അങ്ങാടിയിലെ കുപ്പകൾ കൊണ്ടുപോയി തട്ടുന്ന ബാർബർ ഷാപ്പുകാരെ മുടിയും അല്ലാത്ത കച്ചറകളും കൊണ്ട് എറിയുന്ന ഒരു വലിയ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളം, വേറെ ഒന്നും അവിടെയില്ല. മാവൂരിലേക്ക് ബസ് കയറുമ്പോ ആ ബസ് ഒരു 2-3 കിലോമീറ്റർ പോന്നാൽ കിട്ടുന്ന സ്ഥലമാണ് ആ സ്ഥലം. അന്ന് ആ സ്ഥലം വാങ്ങിയതിന്റെ പേരിൽ വന്യരായ AP ഉസ്താദ് ഒരുപാട് പരാതികൾ
മർക്കസിന്റെ പണം അത്തരം ഒരു ചളിക്കുള്ളിൽ പോയി കുഴിച്ചിട്ടു എന്ന എതിർപ്പുകൾ കേട്ടത് മുത്താലിമായിരുന്ന അക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? കോഴിക്കോടിന്റെ മുഖം മൊത്തം അങ്ങോട്ട് മാറുകയാണ്. ഇന്നിപ്പോ മൊഹീദ്ദീൻ പള്ളി എന്ന് കേട്ടാൽ അത് എവിടെയെന്ന് ആളുകൾ ചോദിക്കും. പാളയം ബസ് സ്റ്റാൻഡ് കണ്ടവരുണ്ടോ? മർക്കസ് കോംപ്ലക്സ് AP ഉസ്താദിന്റെ ദീർഘവീക്ഷണം, എല്ലാ കാര്യത്തിലും അവരുടെ ദീർഘവീക്ഷണം അങ്ങനെയാണ്. അദ്ദേഹം കാല് വെച്ചൊന്ന് പിന്നാക്കം വലിക്കേണ്ടി വന്നിട്ടില്ല. എതിർപ്പുകളുണ്ടെങ്കിൽ പുഞ്ചിരിച്ച് അതിനെ സ്വീകരിക്കും. അത് തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചത്. കോഴിക്കോട് മൊത്തം ഇന്ന് കോഴിക്കോടെന്ന് പറഞ്ഞാൽ ആ മൊഫീസൽ ബസ് സ്റ്റാൻഡിന്റെയും മർക്കസ് കോംപ്ലക്സിന്റെയും പരിസരത്തല്ലേ കോഴിക്കോട്. ഏത് വാഹനങ്ങളും അങ്ങോട്ടച്ചില്ല എന്നതുപോലെയാണ് അതിന്റെ സമാനത. ഇവിടെ വരുമ്പോ നേരത്തെ പറഞ്ഞ അവസ്ഥയാണെങ്കിൽ ഇന്നിപ്പോ ഈ എടക്കരയിൽ ഏറ്റവും വികസിക്കുന്ന നല്ല ചന്തമുള്ള കെട്ടിടങ്ങളും നല്ല കാണാൻ അഴകുള്ള കച്ചവടങ്ങളും നല്ല വികസിച്ചു വരുന്ന റോഡുകളും വിപുലമായ ബസ് സ്റ്റാൻഡും ഒക്കെ ഈ പള്ളി തുടങ്ങുമ്പോ അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ വന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ വേണ്ടി മാത്രം ഉറച്ചു നിന്നപ്പോൾ നമുക്കും അതിന്റെ ചെറിയ രൂപത്തിലാണെങ്കിലും അത് അനുസ്മരിക്കേണ്ടി വന്ന രീതി അൽ അസ്ഹറിനും ഇവിടെ ഞാൻ ഓർക്കുകയാണ്.